വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. ഓർമ്മിക്കുക, രാത്രി കഴിഞ്ഞ് പ്രഭാതമായി എന്നെപ്പോഴാണ് മനസ്സിലാക്കുക എന്ന ചോദ്യത്തിന് ഗുരു ശിഷ്യന്മാർക്ക് നൽകുന്ന ഉത്തരം ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. നിന്റെ അടുത്ത് നിൽക്കുന്നത് നിന്റെ സഹോദരനാണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടാകുമ്പോൾ പ്രഭാതമായി എന്ന് കണ്ടെത്താം. നമ്മുടെ ഓരോരുത്തരുടെയും അകക്കണ്ണുകളാണ് തുറക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം ഈശോ ഇവിടെ മനസ്സിലാക്കി തരികയാണ്. മറ്റുള്ളവരിൽ ദൈവഛായ കാണാൻ തക്കവിധം നമ്മുടെ മനസ്സുകളെ വിശാലമാക്കാൻ, സ്നേഹത്തിന്റെ വിഷയമാക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്തെ പ്രകാശമാനമാക്കുവാൻ കഴിയും. ഈശോയുടെ സ്നേഹമാണ് പ്രകാശം. ആ പ്രകാശം ഹൃദയത്തിലും ജീവിതത്തിലും സംവഹിക്കുന്ന ഒരാൾക്കു മാത്രമേ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്താൻ കഴിയൂ. അന്ധകാരം എപ്പോഴും ഭയമുളവാക്കുന്നു. രാത്രി കഴിഞ്ഞ് ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെയാണ് വിശ്രമത്തിനായി നാം പോകുക. പ്രകാശം ഹൃദയത്തിന് എപ്പോഴും സന്തോഷമാണ്, സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ഇരുളും വെളിച്ചവും തമ്മിൽ, നന്മയും തിന്മയും തമ്മിൽ സംഘട്ടനമുണ്ട്. പ്രകാശത്തെ കെടുത്തിക്കളയാനാണ് പലപ്പോഴും മനുഷ്യൻ ശ്രമിക്കുന്നത്. മനസ്സിൽ അന്ധത ബാധിച്ചാൽ അത് അപകടകരമാം വിധം ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യുമെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ദൈവസ്നേഹം നമ്മിൽ അവതരിച്ചെങ്കിൽ മാത്രമേ പ്രകാശത്തിന്റെ മനുഷ്യരാകാൻ സാധിക്കൂ. അതുകൊണ്ട് പ്രകാശത്തിന്റെ മനുഷ്യരാകാൻ ഈ നോമ്പുകാലം എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാഴ്ചയായി ഞാനേകിടാം പൂർണ്ണമായി ജീവിതം, സ്നേഹമായി കരുണയായി അങ്ങേ വചന വഴിയിൽ നീങ്ങുവാൻ. സ്നേഹമഴയായി നിന്റെ ആത്മം എന്റെ ഹൃത്തിൽ വാഴുവാൻ, അടിയനു നിൻ കൃപൈകളെ എന്നും നീ തുണയാകണമേ. പൂർണ്ണമായി സ്വീകരിക്കൂ നാഥ, ഈ തിരുബലിയിൽ എന്നെയും ചേർക്കണേ. പൂർണ്ണമായി സ്വീകരിക്കൂ നാഥ, ഈ തിരുബലിയിൽ എന്നെയും ചേർക്കണേ. നൽകിയ താലന്തുകളെ തിരികെ നൽകാം 100 മേനിൽ. വിധവ
വിധവ തൻ ചില്ലിക്കാശുപോൽ എനിക്കു നൽകിയ താലന്തുകളെ തിരികെ നൽകാം 100 മേനിയിൽ. വിധവ തൻ ചില്ലിക്കാശുപോൽ കരുതിടേണേ എൻ നൈവേദ്യങ്ങളെ, ഏകിടുന്നീ ബലിവേദിയിലെൻ ഹൃദയവും. കരുതിടേണേ എൻ നൈവേദ്യങ്ങളെ, ഏകിടുന്നീ ബലിവേദിയിലെൻ ഹൃദയവും. പൂർണ്ണമായി സ്വീകരിക്കൂ നാഥാ, ഈ തിരുബലിയിൽ എന്നെയും ചേർക്കണേ. പൂർണ്ണമായി സ്വീകരിക്കൂ നാഥാ, ഈ തിരുബലിയിൽ എന്നെയും ചേർക്കണേ. യാഗവേദിയിലപ്പമായി തീർന്നവൻ ഇന്നും വരുന്നിതാ. ഇടയനെപ്പോൽ നേർവഴി നയിച്ചിടാനായി. യാഗവേദിയിലപ്പമായി തീർന്നവൻ ഇന്നും വരുന്നിതാ. ഇടയനെപ്പോൽ നേർവഴി നയിച്ചിടാനായി. നൽകിടുന്നെൻ ഹൃദയമീ സക്രാരിയിൽ, വന്നിടേണെൻ വഴികളിൽ പ്രകാശമായി. നൽകിടുന്നെൻ ഹൃദയമീ സക്രാരിയിൽ, വന്നിടേണെൻ വഴികളിൽ പ്രകാശമായി. കാഴ്ചയായി ഞാനേകിടാം പൂർണ്ണമായൻ ജീവിതം. സ്നേഹമായി കരുണയായി അങ്ങേ വചന വഴിയിൽ നീങ്ങുവാൻ. സ്നേഹമഴയായി നിന്റെ ആത്മം എന്റെ ഹൃത്തിൽ വാഴുവാൻ. അടിയനു നിൻ കൃപയേകണേ, എന്നും നീ തുണയാകണമേ. പൂർണ്ണമായി